എൻ്റെ പേര് നീരജ് എന്നാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ദർ ഈസ് എൻ അവയർനെസ് ലൈക്ക് വാട്ട് വി ക്യാൻ ഡു ഹു ആർ ലൈക്ക് ടു ഗോ എബ്രോഡ് എന്നുള്ള കേസിൽ എങ്ങനെ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഇതിലുണ്ടാവുന്ന ട്രാപ്പുകളെ പറ്റിയിട്ടുമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ടു. ഇറ്റ് ഈസ് ഫ്രം ദ കാലിക്കറ്റ് സൈഡ്. സോ ആ കൺസൾട്ടൻസിയായിട്ട് ബന്ധപ്പെട്ടു ഇവന്. അപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഈ കമ്പനി എങ്ങനെയാണ്, ഫേക്കാണോ ഒറിജിനൽ ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഈ കമ്പനിയുടെ ആദ്യം പേര് ചോദിച്ചു, എല്ലാം ചോദിച്ചു. ഓക്കെ, അപ്പം ഞാൻ ആസ് എ കോമൺ മാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ അബ്രോഡ് ജോബിൻ്റെ പറ്റി വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് സെർച്ച് ചെയ്തിരുന്നത് ChatGPT ആയിരുന്നു. അപ്പോൾ ഈ ChatGPT എനിക്ക് ഗവൺമെൻറ് വെബ്സൈറ്റ് തരികയും ഞാൻ ആ ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൽ ഏജൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കി. അപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ ഇവരുടെ കമ്പനിയുടെ പേര് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ കമ്പനിയുടെ എന്താണ് രജിസ്ട്രേഷൻ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു വോയിസ് നോട്ട് ഇട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റാണ് വലുത്, വേറെ കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മളിൽ കുറേ ആൾക്കാരെ ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഫയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ വോയിസ് ഞാൻ ഈ വീഡിയോയിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൺസൾട്ടൻസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് യു നീഡ് ടു ചെക്ക് അറ്റ്ലീസ്റ്റ് ഇൻ ChatGPT ആൻഡ് ദെൻ യു ഷുഡ് വെരിഫൈ ഫ്രം ഇസ് ഇറ്റ് ഓതൻറ്റിക്സ് ബിക്കോസ് ഇറ്റ് ഈസ് ലീഗലി നടക്കുന്ന സാധനമാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു SOP ഞാൻ ഈ വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ആ വോയിസ് ഇതിലിടുന്നുണ്ട്, കേട്ടോളൂ. ഞാനാണ് നേരത്തെ സംസാരിച്ചത്. വിപിനെ, നമ്മുടെ ഈ കോഴിക്കോട് ഏജന്റിൽ നമ്മുടെ പേര് ചിലപ്പോൾ ഇല്ല, അത് ആ ലിസ്റ്റിൽ ഉണ്ടാവില്ല. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ ഐഡിയ ഇല്ല. രണ്ടാമത് എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് ഏറ്റവും വലുത്. മനസ്സിലായോ? നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മാത്രമല്ല, ഞാനിത് 22 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എത്രയോ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പേയ്മെൻറ്റ് തന്ന് അടച്ചിട്ടാണ് പോയിട്ടുള്ള ആൾക്കാർ. മനസ്സിലായോ? അവർക്ക് ഞാൻ ജോബ് നല്ല രീതിയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. വിശ്വാസമാണ് ആദ്യം വേണ്ടത്. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് വന്നാൽ മതി കേട്ടോ. അതിന് ഞങ്ങൾ ആരും കമ്പൽ ചെയ്തിട്ട് നിന്നെ ഇങ്ങോട്ട് വിളിക്കണില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ഉണ്ട്, രണ്ടാമത് ഇൻസ്റ്റ ഉണ്ട്. അതൊക്കെ നീ ചെക്ക് ചെയ്യുക. ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. നീ ഇവിടെ വന്ന് ചോദിക്കുക, എന്താന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാം. മനസ്സിലായോ? വിശ്വാസമാണ് ഏറ്റവും വലുത്. വിശ്വാസം ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ കേട്ടോ. അത് ഞങ്ങൾ ആരും കമ്പൽ ചെയ്യണില്ല. ഈ രജിസ്ട്രേഷൻ നിങ്ങൾ പറയണ പോലെ നമുക്കിവിടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈസൻസ് ഉള്ള കമ്പനിയുമായിട്ട് തയ്യപ്പ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വർക്കിലോട്ട് കിടക്കുന്നത്. മനസ്സിലായോ? ഇഷ്ടംപോലെ നമുക്ക് ഓഫീസ് കാര്യങ്ങളും ഉള്ളതാണ്. അപ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് വന്നാൽ മതി കേട്ടോ. ഇതൊരു ജസ്റ്റ് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കൂടുതലും സേഫായിട്ടും ഒരു എഫക്റ്റീവായിട്ടുള്ളതും ഗവൺമെൻറ് അംഗീകരിച്ചതുമായിട്ടുള്ളൊരു കൺസൾട്ടൻസി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ആസ് മൈ സജഷൻ, ഞാൻ കൺസൾട്ടൻസിയായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല, എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒരു ക്രെഡിബിലിറ്റി അതേപോലെ ഒരു ഓതൻറ്റിസിറ്റി വേണ്ടേ എല്ലാത്തിനും. അതുകൊണ്ട് ഞാനൊന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റാണ് immigrate.government.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിലേക്ക് ആദ്യം നിങ്ങൾ കയറുക. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കണ്ടോ, നമുക്കിവിടെ ഫൈൻഡിങ് റിക്രൂട്ടിംഗ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഫൈൻഡിങ് റിക്രൂട്ടിംഗ് ഏജൻറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഫോം വരും. എന്നിട്ട് നിങ്ങൾ ഈ കൺസൾട്ടൻസിയുടെ വിദേശം പോകുന്ന കൺസൾട്ടൻസിയുടെ RAID എന്താണെന്നൊന്ന് ഓരോട് ചോദിക്കുക. അതിൽ നിന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പൊതുവേ ഇവർക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളതായിരിക്കാം പൊതുവേ മനസ്സിലാക്കാൻ കഴിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻസും കൂടി ഉണ്ട്. നമുക്കിവിടെ ഈ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാം. ഓക്കെ,
ഞാൻ കാലിക്കറ്റാണ്, ഞാൻ കോഴിക്കോട് നിന്ന് എടുക്കുക ഇവിടെ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ക്യാപ്ഷ അടിക്കുക 6MAAAAU. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ലിസ്റ്റുകൾ കിട്ടും. ലിസ്റ്റുകളിൽ നിന്ന് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ എക്സൽ ഷീറ്റ് കിട്ടും. ആ എക്സൽ ഷീറ്റിൽ നോക്കിയാൽ മതി നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇതിനെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് കാര്യം. ബിക്കോസ് നമുക്കറിയാലോ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ് ലെവല് എന്നുള്ളത്. അപ്പം ഒരു പേര് മാറ്റി കൊടുക്കും, പുതിയത് ഇറക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക പൊതുവെ. ഓക്കെ, നിങ്ങളുടെ പണവും നിങ്ങളുടെ എല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ അനുഭവം എന്നുള്ള രീതിയിൽ ഒരു ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള നിലയിൽ ഒരു അവയർനെസ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ.